ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ആഴ്ചയുടെ 1-ാം ദിവസത്തിൽ നമ്മുടെ ദൈവത്തെ ആരാധിപ്പാൻ ദൈവം നമുക്ക് വീണ്ടും ഭാഗ്യം തന്നു. യാതൊരു തടസ്സവുമില്ലാതെ കർത്താവിനെ ആരാധിക്കത്തക്കവണ്ണം കർത്താവ് നമ്മുടെ മുമ്പിലുണ്ട്, നമ്മുടെ മധ്യത്തിലുണ്ട്. കർത്താവ് നമ്മെ ശ്രദ്ധിക്കുന്നുണ്ട്, നമ്മെ അറിയുന്നുണ്ട്, നമ്മെ സഹായിക്കേണ്ടതിന് വേണ്ടിയാണ് താൻ വന്നിരിക്കുന്നത്. ആരാധിക്കുന്നവരെ മാനിക്കുവാൻ, തന്നെ ഉയർത്തുന്നവരെ ഉയർത്തുവാനാണ് താൻ വന്നിരിക്കുന്നത്. ദൈവസന്നിധിയിൽ താഴുന്നവരെ ഉയർത്തുവാനാണ് താൻ വന്നിരിക്കുന്നത്. ഇന്ന് നാം ജീവിക്കുന്നതായിട്ടുള്ള അന്തരീക്ഷം വളരെ വേദനാജനകമാണ്. അനേക ഹൃദയങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ വേദനയോടുകൂടെ കഴിയുകയാണ്. കുടുംബങ്ങൾ വേദനയോടെ കഴിയുന്നു. പ്രിയപ്പെട്ടവർ ലോകത്തുനിന്ന് മാറ്റപ്പെട്ട് ജീവനോടിരിക്കുന്നവർ വേദനയോടെ കഴിയുന്നു. ഓരോ വിഷയങ്ങളും വേണ്ടതുപോലെ നടത്തുവാൻ കഴിയാതെ ഉദ്ദേശിക്കുന്ന ആ നിലയിൽ സാധിക്കാത്തതുകൊണ്ട് മനുഷ്യർ നിരാശപ്പെടുന്നു. എന്നാൽ ഇതിന്റെ നടുവിൽ ദൈവമക്കളാകുന്ന നമുക്ക് നിരാശപ്പെടേണ്ട ആവശ്യമില്ല. കാരണം ദൈവം ചെയ്യുന്നത് നന്മയ്ക്ക് വേണ്ടിയാണെന്ന് നമ്മൾ മാത്രം അറിയുന്നു. എന്ത് നന്മയാണ് ഇതിൽ കൂടെ എന്ന് ലോകം ചോദിക്കുമ്പോൾ ദൈവത്തിനറിയാം ഇതിൽ കൂടെയുള്ള നന്മ എന്താണ്. ദൈവത്തിന്റെ സഭ ഒരുക്കപ്പെടുകയും അനേകർ സത്യദൈവത്തിലേക്ക് തിരികെയും ചെയ്യുവാൻ ഇത് മുഖാന്തരമായി തീരണം. കർത്താവിന്റെ ബലമുള്ള കൈക്കീഴിൽ നമ്മെ തന്നെ നമുക്ക് താഴ്ത്താം. നാം അനുഭവിക്കുന്ന ആ സന്തോഷം മറ്റുള്ളവരിലേക്ക് പകരുവാൻ, നാം അനുഭവിക്കുന്ന സമാധാനവും സ്വസ്ഥതയും മറ്റുള്ളവരും അനുഭവിപ്പാൻ, നാം അനുഭവിക്കുന്ന പ്രത്യാശ മറ്റുള്ളവർക്കും ഉണ്ടാക്കുവാൻ ദൈവം ഇടയാക്കേണ്ടതിനു വേണ്ടി നാം വിശ്വസ്തയോടുകൂടെ മധ്യസ്ഥത ചെയ്ത് പ്രാർത്ഥിക്കുമെങ്കിൽ ദൈവം നമ്മിൽ കൂടെ പ്രവർത്തിക്കും. കർത്താവ് അത് ആഗ്രഹിക്കുന്നു. മധ്യസ്ഥത ചെയ്യുവാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നു. നമ്മെ അത് കാണട്ടെ, നമ്മിൽ കൂടെ നടക്കട്ടെ. ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ഇന്ന് പകലിൽ നാം ദൈവത്തിന്റെ സന്നിധിയിൽ നാം ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ തമ്മിൽ അടുത്തു വരുന്നില്ലെങ്കിലും നമ്മുടെ അടുത്തേക്ക് നമ്മുടെ ആരാധന സ്വീകരിക്കുന്ന കർത്താവ് വരുന്നു. അതുകൊണ്ടാണ് നമുക്ക് ധൈര്യമുള്ളത്. ദൈവകരങ്ങളിൽ നമ്മെ തന്നെ നമുക്ക് താഴ്ത്തി ഏൽപ്പിക്കാം. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 1-ാം വാക്യം. ഫിലിപ്പിയർ 4:1. അതുകൊണ്ട് എന്റെ പ്രിയരും വാഞ്ചിതരുമായ സഹോദരന്മാരെ, എന്റെ സന്തോഷവും കിരീടവുമായിട്ടുള്ളവരെ, ഇങ്ങനെ കർത്താവിൽ നിലനിൽപ്പിൻ. പ്രിയമുള്ളവരെ, മതി. അതുകൊണ്ട് എന്റെ പ്രിയരും വാഞ്ചിതരുമായ സഹോദരന്മാരെ, എന്റെ സന്തോഷവും കിരീടവുമായുള്ളവരെ, ഇങ്ങനെ കർത്താവിൽ നിലനിൽപ്പീൻ. പ്രിയമുള്ളവരെ, അതുകൊണ്ട്, ഏതുകൊണ്ട്? അതിന്റെ മുകളിൽ പറയുന്നുണ്ട് കർത്താവിന്റെ മടങ്ങിവരവ്. കർത്താവ് മടങ്ങി വരുമ്പോൾ തന്റെ പൗരത്വം ഈ ഭൂമിയിലുള്ളവർക്ക് ലഭിക്കുന്ന പദവികള്, അവരുടെ താഴ്ചയുള്ള ശരീരം രൂപാന്തരപ്പെട്ട് ക്രിസ്തുവിനെ പോലെ ആയിത്തീരുന്നത്, ഇതെല്ലാം അവർക്ക് പ്രത്യാശയുടെ വാക്കുകൾ കൊടുത്ത ശേഷം പറയുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയരും വാഞ്ചിതരുമായ സഹോദരന്മാരെ, എന്റെ സന്തോഷവും കിരീടവുമായുള്ളവരെ, ഇങ്ങനെ കർത്താവിൽ നിലനിൽപ്പീൻ. പ്രിയമുള്ളവരെ, മുഖ്യമായ വിഷയം കർത്താവിൽ നിലനിൽക്കുന്നതാണ്. ഒരുവൻ ദൈവസന്നിധിയിൽ വരുന്നതോ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുന്നതോ, അഭിഷേകം പ്രാപിക്കുന്നതോ ഒക്കെ വിലപ്പെട്ട കാര്യങ്ങളാണ്. എന്നാൽ അതിൽ നിലനിന്നെങ്കിലേ കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടുകയുള്ളൂ എന്നുള്ളതാണ് മുഖ്യമായ വിഷയം. നിലനിൽക്കുവീൻ, അതിൽ ഉറച്ചു നിൽക്കുവീൻ. ഇളകിപ്പോകുന്നവർക്ക് തലമുറയ്ക്ക് ദോഷം വരുത്തുവാനിടയാകും. ആസാഫ് 73-ാം സംഗീതത്തിൽ പറയുന്നു, എന്റെ കാലുകൾ ഏറെക്കുറെ വഴുതി ഇടറിപ്പോയപ്പോൾ ഞാൻ ഭയപ്പെട്ടുപോയി. ഞാൻ നിന്റെ മക്കളുടെ തലമുറയ്ക്ക് ദോഷം ചെയ്യുമോ എന്ന്. എന്നാൽ താൻ പെട്ടെന്ന് ഉണർന്നെഴുന്നേറ്റ്, ഇല്ല, എന്റെ കർത്താവ് മാത്രം എനിക്ക് മതി,
സ്വർഗത്തിൽ എനിക്കാരുള്ളൂ, ഭൂമിയിലും നിന്നെ അല്ലാതെ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആ ഉറപ്പിലേക്ക് താൻ വന്നു കഴിഞ്ഞു. ഇതുപോലെ ദൈവമക്കൾ ഒരിക്കലും ഇളകിപ്പോകരുത്. ഇന്നത്തെ ലോകാന്തരീക്ഷം ഇളക്കുന്നതാ. എന്തുകൊണ്ടിങ്ങനെ? ഇതിൽ കൂടെ എന്ത് നന്മയാ ദൈവം ചെയ്യാനുള്ളത്? എന്തുകൊണ്ടാ ഇതൊക്കെ? ആയിരങ്ങൾ നഷ്ടപ്പെടുന്നില്ലേ? ദൈവം ഇങ്ങനെ ചെയ്യുന്നത് എന്താണ്? ഇങ്ങനെയൊക്കെയും ദൈവമക്കൾ പോലും, വിശേഷാൽ അവരുടെ തലമുറകൾ ചിന്തിച്ച് ഇളകിപ്പോകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ദൈവത്തിന്റെ വചനം ഉറപ്പ് നൽകുന്നു. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും അത് ഉവ്വ് ഉവ്വ് എന്ന് ഉറപ്പ് തരുന്നതാണ്. കർത്താവിനെ കാത്തിരിക്കുന്നവർ ലജ്ജിക്കുവാനോട് സമ്മതിക്കുകയില്ല. കർത്താവ് ചെയ്യുന്നതിൽ കൂടെ എല്ലാം തനിക്ക് ഉദ്ദേശമുണ്ട്. ദീർഘനാളുകൾ കാത്തിരുന്നിട്ടാണ് ദൈവം എന്തെങ്കിലും ചെയ്യുന്നത്. പെട്ടെന്ന് അങ്ങ് ചെയ്യുകയല്ല. ഒരു വ്യക്തിയുടെ മനംതിരിവിന് വേണ്ടി ദീർഘനാളുകൾ കാത്തിരുന്ന് കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നത്. ഫറവോൻ ഈ മിസ്രൈമിൽ ഫറവോന്റെ മേലും ജനത്തിന്റെ മേലും 10 പീഡകൾ തീരുമാനിച്ചയച്ചതല്ല. ആദ്യം 1 മനംതിരിയാൻ വേണ്ടിയാ. അത് കഴിഞ്ഞിട്ട് 2, ഇങ്ങനെ 9 ദീർഘക്ഷമയോടുകൂടെ കാത്തിരുന്ന് കഴിഞ്ഞാണ് 10ാമത്തേത്. ദൈവം ചെയ്യുന്നതെല്ലാം ഒരു കാത്തിരിപ്പിന് ശേഷമാണ്. ദീർഘനാളുകളെ കാത്തിരിപ്പിനും 100-ലധികം വർഷമുള്ള പ്രസംഗത്തിനും ശേഷമാണ് നോഹയുടെ കാലത്ത് ജലപ്രളയം അയച്ചത്. അതുപോലെ ഇനിയുള്ള ഭൂമി തീക്ക് വേണ്ടി സൂക്ഷിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് 2000 വർഷം കഴിഞ്ഞു. ഇതുവരെ അത് നടന്നില്ല. എന്തുകൊണ്ട്? കർത്താവ് കാത്തിരിക്കുകയാണ്. ഇനി ചിലർ മാനസാന്തരപ്പെടണം. ഇനി ദൈവമക്കൾ ഒരുക്കപ്പെടണം. അപ്പോൾ ദൈവത്തിന്റെ വചനം മനസ്സിലാക്കുന്നവർക്ക് ദൈവത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതാണ് ഇന്നത്തെ അന്തരീക്ഷം. എന്നാൽ ഇതിന്റെ നടുവിൽ ദൈവമക്കൾ ഒരിക്കലും ഇളകിപ്പോകരുത്. ഉറച്ചു നിൽക്കണം. ഉറച്ചു നിൽക്കണമെങ്കിൽ എവിടെയാ ഉറച്ചു നിൽക്കേണ്ടത്? നമ്മുടെ കർത്താവ് അതിന് മാതൃക തന്നിട്ടുണ്ട്. നിൽക്കാനും നടക്കാനും എവിടെയാണ് നടക്കേണ്ടത്, എവിടെ നിൽക്കേണ്ടത്, ഇതെല്ലാം കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. പത്രോസ് പുസ്തകത്തിൽ അത് പറയുന്നു. 1 പത്രോസ് 2-ാം അധ്യായം 21-ാം വാക്യത്തിൽ ക്രിസ്തു നമുക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ച് നാം അവന്റെ കാൽച്ചൂട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു. കർത്താവ് നമുക്ക് കാൽച്ചുവട് വെച്ചേച്ചു പോയിട്ടുണ്ട്. തന്റെ സ്റ്റെപ്പ് ഈ ഭൂമിയിലുണ്ട്. താൻ നടന്നതായിട്ടുള്ള വഴികളിൽ തന്റെ ശുശ്രൂഷയുടെ ആരംഭത്തിൽ താൻ നടന്നുപോയത് യോർദാനിലേക്കായിരുന്നു. അതുകൊണ്ടാണ് ഒരു വ്യക്തി മനം തിരിഞ്ഞ ഉടനെ യോർദാനിലേക്ക് അഥവാ ജലാശയത്തിലേക്ക് പോയി സ്നാനമേൽക്കുന്നത്. അത് കഴിഞ്ഞ് തന്റെ സ്റ്റെപ്പ് എവിടെയാ കാണുന്നത്? ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി പിശാച് അവനെ പരീക്ഷിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ദൈവമക്കളുടെ അടുത്ത സ്റ്റെപ്പ് പരീക്ഷയിൽ കൂടെയുള്ളതാണ്. പരിശോധനകൾ അവർ പ്രതീക്ഷിക്കണം. അപ്പോഴവർക്ക് വിജയം കിട്ടുന്നത് കർത്താവിൽ കൂടെയാണ്. യേശു കർത്താവ് സാത്താനെ ജയിച്ചത് ഇങ്ങനെ വചനമുണ്ട് എന്ന് പറഞ്ഞ് വചനം പറഞ്ഞിട്ടാണ്. വചനം എന്ന വാളെടുത്ത് അവനെ വെട്ടിയത്. ഇതുപോലെ ദൈവമക്കളും ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു. ഇന്ന് സാത്താൻ പല ഇളക്കങ്ങളും സംശയങ്ങളും ഒക്കെ കൊണ്ടുവരുമ്പോൾ ദൈവവചനം കൊണ്ട് അവനെ ജയിക്കണം. സാത്താനെ അങ്ങനല്ല. ദൈവത്തിന്റെ ഉദ്ദേശം ഇതാ. ദൈവം ചെയ്യുന്നതിന്റെ കാര്യം ഇതാണ്. ദൈവത്തിന് വലിയ പ്രതീക്ഷയുണ്ട്. വചനം കൊണ്ട് വെട്ടി അവനെ ജയിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ യേശു കർത്താവ് നടന്നതായിട്ടുള്ള പാതകളെല്ലാം നമുക്ക് മാതൃകയാണ്. അതുപോലെ തന്നെ ഉറച്ചു നിൽക്കുകയും നടക്കേണ്ടുന്ന വഴിയിൽ നടക്കുകയും ഉറച്ചു നിൽക്കുന്നത്. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഈ ഉറച്ചു നിൽക്കേണ്ടതിനെ കുറിച്ച് പ്രത്യേകം പറയുന്നുണ്ട്. 6-ാം അധ്യായം
13-ാം വാക്യം. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം എടുത്തുകൊടുത്തു. നിങ്ങൾ ദുർദിവസത്തിൽ എതിർത്ത് നിൽക്കാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന്. അഥവാ ഈ യുദ്ധം തീരുമ്പോൾ, യുദ്ധം തീരുന്നത് എപ്പോഴാ? ഒരു വ്യക്തിയുടെ ഈ ലോകത്തിലെ ജീവിതം തീരുമ്പോൾ അവന്റെ യുദ്ധം തീർന്നു. അതുകൊണ്ടാ പൗലോസ് പറഞ്ഞത്, താൻ മരിക്കാറായപ്പോൾ പറഞ്ഞത്, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. തന്റെ യുദ്ധം തീർന്നു, ഇനി കിരീടമാണ്. എന്നാൽ ജീവനോടിരിക്കുന്നവർക്കെല്ലാം യുദ്ധം ചെയ്തുകൊണ്ടിരിക്കണം. ഈ യുദ്ധം കഴിയുമ്പോൾ ഇളകിപ്പോകാതെ ഉറച്ചു നിൽക്കണം. ദുർദിവസത്തിൽ എതിർത്ത് നിൽപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയണമെങ്കിൽ ദൈവത്തിന്റെ സർവായുധവർഗം ധരിക്കണം. പലരും മറ്റുള്ളവരെ നന്നാക്കാൻ പോകുമ്പോൾ അവര് തന്നെ അങ്ങ് വീണുപോകുന്ന അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. അത് സംഭവിക്കരുത്. ദൈവത്തിന്റെ കുഴിയിൽ കിടക്കുന്ന ഒരാളെ കരയ്ക്ക് കയറ്റണമെങ്കിൽ, കൈപിടിച്ച് കരയ്ക്ക് കയറ്റണമെങ്കിൽ, കരയ്ക്ക് നിൽക്കുന്ന ആൾക്ക് ശരിക്ക് ഉറച്ച സ്ഥലത്ത് നിൽക്കണം. ഇതുപോലെയാണ് തീയിൽ നിന്ന് ചിലരെ വലിച്ചെടുക്കണം, പാപാന്തകാലത്തും തലമുറകളെ വലിച്ചെടുക്കണം. അങ്ങനെ നിൽക്കണം. അനേകരെ രക്ഷിപ്പാൻ കഴിയണമെങ്കിൽ വലിച്ചെടുക്കുന്നവർ ശരിക്കും വചനത്തിൽ ഉറച്ചു നിൽക്കുന്നവരാകണം, ശരിക്കും മാതൃകാ ജീവിതമുള്ളവരായിരിക്കണം. അങ്ങനെയാണ് അവരുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരുന്നത് എന്ന് നമുക്ക് കാണാം. അതുകൊണ്ടാണ് 1 യോഹന്നാൻ 2-ാം വാക്യത്തിൽ യോഹന്നാൻ പുസ്തകത്തിൽ പറയുന്നത്, അവൻ നടന്നുപോലെ നടക്കുന്നവർക്ക് മാത്രമേ പ്രത്യാശ ഉണ്ടാകത്തുള്ളൂ. അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാ. ഞാൻ കർത്താവിലാണ്, കർത്താവിൽ വസിക്കുന്നു എന്ന് വെറുതെ പറയുകയല്ല, അവരുടെ ജീവിതം കൊണ്ടാണ് അത് വെളിപ്പെടുന്നത്. അവൻ നടന്നതുപോലെ നടക്കണം. നമ്മുടെ ജീവിതത്തിൽ, എല്ലാ ദൈവമക്കളുടെയും ജീവിതത്തിൽ നടന്നു വന്ന വഴി പുറകോട്ടൊന്ന് നോക്കണം. പരാജയം സംഭവിച്ചിട്ടുള്ളത് നോക്കണം. എനിക്കെന്തുകൊണ്ടാണ് അവിടെ ജയിക്കാൻ കഴിയാതെ പോയത്? എനിക്കെന്തുകൊണ്ടാണ് മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ നിന്ദിക്കപ്പെടുവാൻ ഇടയായത് എന്നിങ്ങനെ പുറകോട്ട് നോക്കി എല്ലാം തിരിച്ചറിഞ്ഞ് സമ്മതിക്കണം. ഇനി ഞാൻ യഥാസ്ഥാനപ്പെടും എന്ന് തീരുമാനമെടുക്കണം. യിരെമ്യാ പ്രവചനത്തിൽ 31-ാം അധ്യായത്തിൽ, യിരെമ്യാ പ്രവചനം 31-ാം അധ്യായം 21-ാം വാക്യം, നിനക്ക് അടയാളങ്ങളെ വെക്കുക, കൈചൂണ്ടികളെ നാട്ടുക, നീ പോയ പെരുവഴി മനസ്സിൽ വെച്ചുകൊള്ളുക, ഇസ്രായേൽ കന്യകയെ മടങ്ങി വരിക, നിന്റെ ഈ പട്ടണത്തിലേക്ക് തന്നെ മടങ്ങി വരിക. ഇസ്രായേലിനോട് ദൈവം പറയും, നീ നടന്നു വന്ന വഴി, നിന്നെ ശിക്ഷിച്ചതിന്റെ കാര്യം എന്താണെന്ന് നീ ഓർക്കണം. നിങ്ങളുടെ പിതാക്കന്മാര് ഇത്രമാത്രം പീഡയിൽ കൂടെ കടന്നു പോകേണ്ടി വന്നത് എന്തുകൊണ്ടാണെന്ന് ഓർക്കണം. അവിടെ എല്ലാം കൈ ചൂണ്ടി വെക്കണം. എന്തുകൊണ്ട്? പിൻതലമുറയ്ക്ക് മാതൃകയാക്കേണ്ടതിന് വേണ്ടിയാണ്. അതെല്ലാം കൈ ചൂണ്ടി, അതെ, അവരുറപ്പിച്ച് മറ്റുള്ളവർക്ക് കാണത്തക്കവണ്ണം അവരത് ഉറപ്പിച്ചു വെക്കണം. വേ മാർക്സ്. മറ്റുള്ളവർ അറിയണം, ഇനി ഈ വഴിക്ക് അവർ പോകരുത്, അവരാ വഴി തിരിച്ചുവിടണം, ശരിയായ പാതയിൽ പോണം എന്ന് ആവർത്തന പുസ്തകത്തിലും 8-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. നിന്നെ നടത്തിയ വിധമൊക്കെ നീ ഓർക്കണം. മരുഭൂമിയിൽ നിന്റെ പിതാക്കന്മാരെ നടത്തിക്കൊണ്ടുവന്ന വഴി വിധങ്ങൾ ഓർക്കണം. അതെങ്ങനെയുള്ള അനുഭവത്തിൽ കൂടെയാ കടത്തിവിട്ടത്? ഉയർച്ച ഉണ്ടായിരുന്നു, താഴ്ചയുണ്ടായിരുന്നു, മധുരമുള്ള വെള്ളമുണ്ടായിരുന്നു, കയ്പ് വെള്ളമുണ്ടായിരുന്നു, യുദ്ധമുണ്ടായിരുന്നു, പകൽ ഉണ്ടായിരുന്നു, രാത്രി ഉണ്ടായിരുന്നു, ഇന്ന് വേണ്ട അപ്പമില്ലാത്ത, ഇറച്ചിയില്ലാത്ത അനുഭവം ഉണ്ടായിരുന്നു. ഇതെല്ലാം
പിൻതലമുറയെ ഓർപ്പിക്കണം, പിൻതലമുറയെ ഓർപ്പിക്കണം. പിൻതലമുറയെ അത് പുറകോട്ട് തിരിഞ്ഞ് ഓർക്കുന്നവരുണ്ട്, ഓർക്കാൻ ആവശ്യമില്ലാത്തവരുമുണ്ട്, ഓർക്കാൻ ഇഷ്ടപ്പെടാത്തവരുണ്ട്. സ്തോത്രം. അമേരിക്കയിൽ ദീർഘവർഷങ്ങളായി ചെന്ന ഒരു മകനോട് പുതുതായി ചെന്ന അപ്പൻ പറഞ്ഞു, മോനെ, കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഞങ്ങളൊക്കെ അനുഭവിച്ച കഷ്ടങ്ങളൊക്കെ ഇങ്ങനെയാ. എനിക്കത് നിങ്ങൾ കേട്ട ആവശ്യമില്ല. ആ മകൻ പറയുക, ഞാനിപ്പോൾ അമേരിക്കയിലാണ് എന്നാ പറയുക. ഇതുപോലെയാണ് ഇന്നത്തെ ആത്മീയ അന്തരീക്ഷത്തെ നമുക്ക് നോക്കിയാൽ. കഴിഞ്ഞ കാലങ്ങളിലേതൊക്കെയും പറയുന്നതല്ല. അതെന്തിനാ ഇപ്പോൾ പറയുന്നത്? ഇപ്പോൾ ഈ യുഗം വളരെ വ്യത്യാസപ്പെട്ടതാണ്. പഴയതിന്റെ ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്നവരാ. 44 സങ്കീർത്തനത്തിൽ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ, ദൈവമേ, പൂർവകാലത്ത് ഞങ്ങളുടെ പിതാക്കന്മാരുടെ നാളുകളിൽ നീ ഞങ്ങളോട് പ്രവർത്തിച്ച, നീ ചെയ്ത പ്രവൃത്തി അവർ ഞങ്ങളോട് വിവരിച്ചിരിക്കുന്നു. ഞങ്ങളുടെ ചെവി കൊണ്ട് ഞങ്ങൾ കേട്ടുമിരിക്കുന്നു. നോക്കണം, പൂർവകാലത്ത് ഞങ്ങളുടെ പിതാക്കന്മാരോട് ചെയ്തത്, പിതാക്കന്മാർ അനുഭവിച്ചത് ഞങ്ങൾക്ക് എഴുതി വെച്ച് ഞങ്ങൾ വായിച്ചിട്ടുണ്ട്. തലമുറകളായി മാറി മാറി വന്ന് ഞങ്ങൾ കേട്ടിട്ടുമുണ്ട്. ഞങ്ങളുടെ ചെവി കൊണ്ട് കേട്ടുമിരിക്കുന്നു. നിന്റെ കൈകൊണ്ട് നീ ജാതികളെ പുറത്താക്കി ഇവരെ നട്ടു. ദൈവം ചെയ്തതാണ്, പിതാക്കന്മാർ ചെയ്തതാണ്. കനാൻ നാട്ടിൽ പുറജാതികളെല്ലാം, അവിടെയുള്ള ജാതികളെ നീക്കിക്കളഞ്ഞേച്ച് പിതാക്കന്മാരെ കൊണ്ടുവന്ന് അവിടെ നട്ടതാണ്. നീ വംശങ്ങളെ നശിപ്പിച്ചു, ഇവരെ പരക്കുമാറാക്കി. തുടർന്ന് പറയുന്നു 3-ാം വാക്യത്തിൽ, തങ്ങളുടെ വാളുകൊണ്ടല്ല അവർ ദേശത്തെ കൈവശമാക്കിയത്, സ്വന്തം ഭുജം കൊണ്ടല്ല അവർ ജയം നേടിയത്. നിന്റെ വലം കൈയും നിന്റെ ഭുജവും നിന്റെ മുഖപ്രകാശവും കണ്ടത്രേ നിനക്ക് അവരോട് പ്രീതി ഉണ്ടായിരുന്നുവല്ലോ. പിതാക്കന്മാരോട് ചോദിച്ചാൽ അവർ പറയുന്നത് ഇതാണ്, ഞങ്ങളുടെ സ്വന്തം കഴിവുകൊണ്ടല്ല ഞങ്ങൾ ജയിച്ചത്. സ്തോത്രം. പെന്തക്കോസ്തിന്റെ ആരംഭകാലങ്ങളിലേക്കൊക്കെ തിരിഞ്ഞു നോക്കിയാൽ സ്വന്തം ധനമോ സ്വന്തം വിദ്യാഭ്യാസമോ സ്വന്തം രാഷ്ട്രീയ പിടിപാടോ ഒന്നും കൊണ്ടല്ല അവർ ജയം നേടിയത്, ദൈവത്തിന്റെ കൈ കൊണ്ടായിരുന്നു. ഏതെങ്കിലും വിഷയങ്ങൾ വരുമ്പോൾ അവർ പരിഹാരം വരുത്തുവാൻ കോടതിയിലോ പോലീസിലോ അല്ല പോയിരുന്നത്, കർത്താവിന്റെ പാദപീഠത്തിൽ ഇരിക്കുക ചെയ്തത്. അവർ പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്ത് വിഷയങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുമായിരുന്നു. അതാണ് പിതാക്കന്മാർ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ഇന്ന് പിതാക്കന്മാര് പറയുന്നത് ശ്രദ്ധിക്കുവാൻ അനേകർക്ക് ഇഷ്ടമില്ല. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു, ഈ പിതാക്കന്മാര് പറയുന്നത് ശ്രദ്ധിക്കാത്തവരുമുണ്ട്. അതിന്റെ 74-ാം സങ്കീർത്തനത്തിൽ 74-ാം സങ്കീർത്തനം 9-ാം വാക്യം, ഞങ്ങൾ ഞങ്ങളുടെ അടയാളങ്ങളെ കാണുന്നില്ല, യാതൊരു പ്രവാചകനും ശേഷിച്ചിട്ടില്ല. ഇത് എത്രത്തോളം എന്നറിയുന്നവർ ആരും ഞങ്ങളുടെ ഇടയിലില്ല. നോക്കണം, ഒരു വിഭാഗം ആളുകൾ പണ്ട് പിതാക്കന്മാരെ നടത്തിയ വിധങ്ങളെക്കുറിച്ച് ഓർത്ത് ധ്യാനിക്കുമ്പോൾ വേറൊരു വിഭാഗം ആളുകൾ ചിന്തിക്കുന്നത്, ഞങ്ങൾക്ക് ഒരു അടയാളം കാണാനില്ല, ഒരു പ്രവാചകനും ഇന്നില്ല, ഇത് എത്രത്തോളം എന്ന് പറയുവാൻ ആരുമില്ല. ഇങ്ങനെയുള്ള സ്റ്റേജിലാണ് ഇന്നത്തെ അവസ്ഥ. എന്നാൽ ഇതിന്റെ നടുവിൽ ഉറച്ചു നിന്നവർ മാത്രമേ വീര്യം പ്രവർത്തിച്ചിട്ടുള്ളൂ എന്ന് ദൈവത്തിന്റെ വചനം വ്യക്തമായി പറയുന്നു. കർത്താവിനെ കാത്തിരിക്കുന്നവരാരും ലജ്ജിച്ചു പോകുവാൻ അവൻ സമ്മതിക്കയില്ല. പഴയ നിയമകാലത്തും കനാൻ നാട്ടിലേക്കുള്ള യാത്രയിൽ അനേകര് പട്ടുപോകുവാനിടയായിത്തീർന്നു. മത്സരിച്ചവരുണ്ട്, അവിശ്വസിച്ചവരുണ്ട്, ദൈവത്തിന്റെ സന്നിധിയിൽ താഴുവാൻ മനസ്സില്ലാത്തവരുണ്ട്, മുന്നോട്ട് പോകുവാൻ
മനസ്സില്ലാത്തവരുണ്ട്. അവരെല്ലാം മരുഭൂമിയിൽ പരാജയപ്പെട്ടു. എന്നാൽ ഉറച്ചു നിന്നവർ മാത്രം കനാൻ നാട്ടിൽ പ്രവേശിച്ചു എന്ന് നമ്മൾ കാണുന്നു. ഇസ്രായേൽ മക്കൾ മരുഭൂമി യാത്ര കഴിഞ്ഞ് തുടർന്ന് യോർദാൻ കടക്കുകയാണ്. യോർദാൻ നദി കടന്നിട്ട് വേണം കനാൻ നാട്ടിലെത്താൻ. മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ഒരു ചെങ്കടൽ കടക്കണമായിരുന്നു. ദീർഘനാളത്തെ 40 വർഷം കഴിഞ്ഞിട്ടിതാ കനാൻ നാട്ടിലോട്ട് കടക്കണമെങ്കിൽ ഒരു യോർദാൻ കടക്കണം. ഈ യോർദാൻ കടക്കുമ്പോൾ ദൈവം പറഞ്ഞു, ഈ യോർദാൻ ചെങ്കടല് പോലെ തന്നെ യോർദാൻ നിങ്ങൾക്ക് മുമ്പിൽ വിഭാഗിക്കപ്പെടും. യോർദാൻ എന്ന് പറയുന്നത് വളരെ ഉയരത്തുനിന്ന് ഒഴുകി വരുന്ന നദിയാണല്ലോ. ഈ നദി ലെബാനോൻ ഗർഹർമാൻ പർവ്വതങ്ങളിൽ നിന്ന് ഉത്ഭവിച്ച് ഡെഡ് സീയിൽ ചെന്ന് പതിക്കുന്ന യോർദാൻ നദിയാണ്. വളരെ ഉയർത്ത് വളരെ താഴ്ചയിലേക്ക് വരുമ്പോൾ നല്ല ഒഴുക്കുള്ള നദിയാണ്. ഈ നദിയാണ് ക്രോസ് ചെയ്യേണ്ടത്. ക്രോസ് ചെയ്യുമ്പോൾ ദൈവം പറഞ്ഞു, ദൈവത്തിന്റെ സാന്നിധ്യമുള്ള പെട്ടകം നിങ്ങളുടെ മധ്യത്തിലുണ്ടല്ലോ, ആ പെട്ടകം പുരോഹിതന്മാര് ചുമക്കണം. പുരോഹിതന്മാര് തോളിൽ ചുമന്നുകൊണ്ട് ഈ യോർദാനിലേക്ക് അങ്ങ് ഇറങ്ങണം. ഈ ഒഴുക്ക് നിങ്ങൾ നോക്കണ്ട. പുരോഹിതന്മാരുടെ പെട്ടകം ചുമന്ന പുരോഹിതന്മാരുടെ കാല് വെള്ളത്തിലേക്ക് മുങ്ങുമ്പോൾ ഈ വെള്ളം രണ്ടായിട്ട് വിഭാഗിക്കപ്പെടും. മുകളിൽ നിന്നൊഴുകിയതായിട്ടുള്ള വെള്ളം തിരിഞ്ഞൊഴുകി ചെറുപോലെ പൊങ്ങി നിൽക്കും. താഴോട്ടൊഴുകിയ വെള്ളം ചാവുകടലിലേക്ക് ഡെഡ് സീയിലേക്ക് വാർന്നു പോകും. എപ്പോഴിവിടെ ഉണങ്ങി നിൽക്കും. ഒരു ഭാഗത്ത് ചെറുപോലെ തിരിഞ്ഞൊഴുകുന്നു, മറുഭാഗത്ത് വാർന്നു പോയി ഉണങ്ങിയിരിക്കുന്നു. ഇവിടെ ഈ യോർദാന്റെ നടുവിൽ ഈ പെട്ടകം ചുമന്ന പുരോഹിതന്മാരുടെ കാല് ഉറച്ചു നിൽക്കുമ്പോൾ ഇസ്രായേൽ മക്കളെല്ലാം മറുകര കടക്കണം. നോക്കൂ, യോശുവയുടെ പുസ്തകം 3-ാം അധ്യായം 17-ാം വാക്യം, 3:17. യഹോവയുടെ നിയമപ്പെട്ടകം ചുമന്ന പുരോഹിതന്മാർ യോർദാന്റെ നടുവിൽ ഉണങ്ങിയ നിലത്ത് ഉറച്ചു നിന്നു. ഇസ്രായേൽ ജനമൊക്കെയും യോർദാൻ കടന്നു തീരുവോളം ഉണങ്ങിയ നിലത്തുകൂടി തന്നെ നടന്നുപോയി. ഇസ്രായേൽ മുഴുവനും അക്കരെ കടക്കുന്നത് വരെ പെട്ടകം ചുമന്ന പുരോഹിതന്മാർ യോർദാന്റെ നടുവിൽ ഉണങ്ങിയ നിലത്ത് ഉറച്ചു നിന്നു. സ്തോത്രം. ഇന്നും ജനത്തെ മുഴുവൻ കനാൻ നാട്ടിലോട്ട് കൊണ്ടുപോകണമെങ്കിൽ ആദ്യം ഇറങ്ങിയവർ ഉറച്ചു നിൽക്കണം. അഥവാ പെട്ടകം ചുമന്നവർ ഉറച്ചു നിൽക്കണം. യേശുവിനെ സ്വീകരിച്ചവര് ഉറച്ചു നിന്നെങ്കിലേ ബാക്കിയുള്ളവരോട് അക്കരെ കടക്കത്തുള്ളൂ. അനേക ആയിരങ്ങളാണ് അക്കരയ്ക്ക് പോകാതെ ഇക്കരെ തന്നെ നിൽക്കുന്നത്. എന്നാൽ അനേകരക്കരയ്ക്ക് ഇനി പോകാനുണ്ട്. പോകണമെങ്കിൽ ആദ്യം ഇറങ്ങിയവർ ഉറച്ചു നിൽക്കണം. യോർദാൻ എന്തിനെ കുറിക്കുന്നു? മരണത്തെ, അല്ലെങ്കിൽ മരണകരമായ സമർപ്പണത്തെയാണ് കുറിക്കുന്നത്. ജീവനെ സമർപ്പിച്ച് ജീവിക്കുന്നവർക്ക് മാത്രമേ യഥാർത്ഥ സമർപ്പണമുള്ളൂ. അവരുറച്ചു നിന്നെങ്കിൽ മാത്രമേ മറ്റുള്ളവര് രക്ഷിക്കപ്പെടത്തുള്ളൂ എന്നർത്ഥം. മാത്രവുമല്ല, അതിന്റെ 4-ാം അധ്യായത്തിൽ ജനമൊക്കെയും 1-ാം വാക്യം, യോർദാൻ കടന്നു തീർന്ന ശേഷം യഹോവ യോശുവയോട് കൽപ്പിച്ചത് എന്തെന്നാൽ, നിങ്ങൾ ഓരോ ഗോത്രത്തിൽ നിന്ന് ഓരോ ആൾ വീതം ജനത്തിൽ നിന്ന് 12 പേരെ കൂട്ടി അവരോട് യോർദാന്റെ നടുവിൽ പുരോഹിതന്മാരുടെ കാലുറച്ചു നിന്ന സ്ഥലത്ത് നിന്ന് 12 കല്ലെടുത്ത് കരയ്ക്ക് കൊണ്ടുവന്ന് ഈ രാത്രി നിങ്ങൾ പാർക്കുന്ന സ്ഥലത്ത് വെപ്പാൻ കൽപ്പിപ്പിൻ. ഇസ്രായേൽ മക്കൾ എല്ലാവരും അക്കരെ കടന്ന ശേഷം ദൈവം പറഞ്ഞത്, പുരോഹിതന്മാർ യോർദാനിൽ ഉറച്ചു നിന്ന ആ സ്ഥലത്ത് നിന്ന് 12 കല്ലെടുക്കണം. 12 പ്രഭുക്കന്മാരിൽ കല്ലെടുക്കണം. ഈ കല്ല് കരയ്ക്ക് കൊണ്ടുവന്ന് അവര് പാർക്കുന്ന സ്ഥലത്ത് വെക്കണം, നാട്ടണം. സ്തോത്രം. ഇതെന്താണെന്ന് പിൽത്തലമുറ ചോദിക്കുമ്പോൾ മറുപടി കൊടുക്കാൻ വേണ്ടിയാണ്. അതാണ് 6-ാം വാക്യം.
ഇത് നിങ്ങളുടെ ഇടയിൽ ഒരു അടയാളമായിരിക്കണം. ഈ കല്ലെന്ത് എന്ന് നിങ്ങളുടെ മക്കൾ വരും കാലത്ത് ചോദിക്കുമ്പോൾ യോർദാനിലെ വെള്ളം യഹോവയുടെ നിയമപ്പെട്ടകത്തിന്റെ മുമ്പിൽ രണ്ടായി പിരിഞ്ഞത് നിമിത്തം തന്നെ എന്ന് അവരോട് പറയണം. നോക്കണം, ഈ കല്ല് ഒരു സാക്ഷിയാണ്. ഈ കല്ല് എന്തിനെ കുറിക്കുന്നു? യോർദാൻ കടന്ന് അക്കരെ കയറിയ ഈ കല്ല് 12 കല്ലുണ്ട്. പുതിയ നിയമത്തിൽ വരുമ്പോൾ യോർദാനിലേക്ക് ആദ്യം ഇറങ്ങിയത് നമ്മുടെ കർത്താവാണ്. കർത്താവ് ശുശ്രൂഷയ്ക്ക് വേണ്ടി പിതാവിനെ പൂർണ്ണമായി അനുസരിച്ച് ഇറങ്ങിച്ചെന്നത് യോർദാനിലാണ് സ്നാനമേറ്റത്. അവിടുന്ന് കഴിഞ്ഞ് താൻ ശുശ്രൂഷ കൊണ്ട് തുടങ്ങുകയാണ്. ഇതുപോലെ ഒരു വിശ്വാസി ക്രിസ്തുവിന് വേണ്ടി ജീവിപ്പാൻ ആദ്യം മരണയോർദാൻ സമമായ സമർപ്പണത്തിലേക്ക് ഇറങ്ങുക. അഥവാ ഒരുവൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുമ്പോൾ പഴയ മനുഷ്യനെ കുഴിച്ചിടുന്ന അനുഭവമാണെന്നാണ് എഴുതിയിരിക്കുന്നത്. പഴയ മനുഷ്യനെ കുഴിച്ചിടുകയാണ്. അവർ ഉയർത്തെഴുന്നേറ്റ് പുതിയ ജീവിതം ചെയ്യുകയാണ്. അതാണ് സ്നാനത്തിൽ നിങ്ങൾ യേശുവിനോടുകൂടെ കുഴിച്ചിടപ്പെടുന്നു. നിങ്ങൾ യേശുവിനോട് ഉയർത്തെഴുന്നേൽക്കുന്നതിന് നിഴലായിട്ടാണ് ഈ വെള്ളത്തിൽ പൊങ്ങി വരുന്നത്. അപ്പോൾ ഈ യോർദാന്റെ നടുവിൽ നിന്ന് എങ്ങനെയാണ് ഈ സാക്ഷ്യം ലഭിച്ചത്? യോർദാനിലേക്ക് ഇറങ്ങിയ 12 പേര് ആദ്യം ഇതിന്റെ സാക്ഷ്യം അപ്പസ്തോലന്മാര്. ഈ 12 അപ്പസ്തോലന്മാരാൽ രൂപീകരിക്കപ്പെട്ട സഭയാണിത്. അതുകൊണ്ടാണ് ഈ 12 കല്ല് പഴയ നിയമകാലത്ത് ഇസ്രയേൽ ഗോത്രം 12ന്റെയും പേരിനൊത്തവണ്ണം 12 കല്ല് കരയ്ക്ക് കൊണ്ടുവന്ന് പിൻതലമുറയ്ക്ക് സാക്ഷിയായതുപോലെ പുതിയ നിയമസഭയുടെ 12 കല്ലുകളായിരുന്നു അപ്പസ്തോലന്മാരും പ്രവാചകന്മാരും. അവരെ കൊണ്ടാണ് പുതിയ നിയമസഭയുടെ പണി നടത്തിയത്. അതിന്റെ പിൻതലമുറയാണ് ഇന്ന് ദൈവത്തെ ആരാധിക്കുന്ന നമ്മളും. ഇത് എന്തിനാണ് അങ്ങനെ ചെയ്തത്? പിൻതലമുറയ്ക്ക് സാക്ഷ്യമായിട്ട്. നോക്കണം, അതിന്റെ 20-21 വാക്യങ്ങളിൽ യോർദാനിൽ നിന്ന് എടുത്ത 12 കല്ല് യോശുവ ഗിൽഗാലിൽ നാട്ടി. ഇസ്രായേൽ മക്കളോട് പറഞ്ഞത് എന്തെന്നാൽ, ഈ കല്ല് എന്ത് എന്ന് വരുംകാലത്ത് നിങ്ങളുടെ മക്കൾ പിതാക്കന്മാരോട് ചോദിച്ചാൽ ഇസ്രായേൽ ഉണങ്ങിയ നിലത്തുകൂടി ഈ യോർദാനക്കരെ കടന്നു എന്ന് നിങ്ങളുടെ മക്കളോട് പറയണം. ഭൂമിയിലെ സകല ജാതികളും യഹോവയുടെ കൈ ശക്തിയുള്ളതെന്ന് അറിഞ്ഞ് നിങ്ങളുടെ ദൈവമായ യഹോവയെ എന്നേക്കും ഭയപ്പെടേണ്ടതിന് ഞങ്ങൾ ഇക്കരെ കടപ്പാൻ തക്കവണ്ണം നിങ്ങളുടെ ദൈവമായ യഹോവ ഞങ്ങളുടെ മുമ്പിൽ ചെങ്കടൽ വറ്റിച്ചു കളഞ്ഞതുപോലെ നിങ്ങൾ ഇക്കരെ കടപ്പാൻ തക്കവണ്ണം നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളുടെ മുമ്പിൽ യോർദാനിലെ വെള്ളം വറ്റിച്ചു കളഞ്ഞു. ഇത് പറയണം. ഇന്നത്തെ തലമുറയ്ക്ക് എന്തുവായി രക്ഷിക്കപ്പെടുക, സ്നാനപ്പെടുക എന്നൊക്കെ പറഞ്ഞാൽ, പണ്ടൊക്കെ ഇതൊക്കെ കണ്ടാൽ തന്നെ അവർക്ക് മറ്റുള്ളവർക്ക് അത് വേദന ഉണ്ടാക്കുന്നതും മനംതിരിവുണ്ടാക്കുന്നതുമാണ്. എന്നാൽ ഇന്നത്തെ തലമുറയ്ക്ക് എന്തുവായി രക്ഷിക്കപ്പെടുക, സ്നാനപ്പെടുക, വെള്ളത്തിലൊന്ന് മുങ്ങിക്കൊണ്ട് എന്താണ്, ഇങ്ങനെയൊക്കെയുള്ള ചിന്തയാണ്. എന്നാൽ ആദ്യം ഇറങ്ങിയവര് ഉറച്ചു നിന്നെങ്കിലേ പിൻതലമുറയ്ക്ക് ഇത് അനുഗ്രഹമായി അനുഭവമായി അകത്ത് കയറുവാനിടയാകുകയുള്ളൂ. അതാണ് 5-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഇസ്രായേൽ മക്കൾ ഇക്കരെ കടപ്പാൻ തക്കവണ്ണം യഹോവ അവരുടെ മുമ്പിൽ യോർദാനിലെ വെള്ളം വറ്റിച്ചു കളഞ്ഞു എന്ന് യോർദാന്റെ പടിഞ്ഞാറേ ഭാഗത്തുള്ള അമോരി രാജാക്കന്മാരൊക്കെയും സമുദ്രതീരത്തുള്ള കനാന്യ രാജാക്കന്മാരൊക്കെയും കേട്ടപ്പോൾ അവരുടെ ഹൃദയം ഉരുകി. ഇസ്രായേൽ മക്കളുടെ നിമിത്തം അവരിൽ അശേഷം ചൈതന്യമില്ലാതായി തീർന്നു. നോക്കണം, ഈ പെട്ടകം നിന്ന സ്ഥലത്ത് നിന്ന് 12 കല്ലെടുത്ത് ഗിൽഗാലിൽ നാട്ടി. ഗിൽഗാൽ എന്ന വാക്കിന്റെ അർത്ഥം ഉരുട്ടിക്കളഞ്ഞ സ്ഥലമാണ്. ഉരുട്ടിക്കളഞ്ഞ സ്ഥലം കാൽവരി ക്രൂശ. പാപിയുടെ ദൈവസന്നിധിയിൽ അടുത്തു വരാൻ കഴിവില്ലാതെ
നിത്യശിക്ഷയ്ക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരുന്ന ആ പാപിയുടെ നിന്ന മാറ്റിയത് കാൽവരിയിലെ രക്തമാണ്. അപ്പോൾ ഈ സഭയുടെ ഈ 12 കല്ലുകൾ ഗിൽഗാലിലാണ് നാട്ടിയിരിക്കുന്നത്. ദൈവത്തിന്റെ സഭയുടെ അടിസ്ഥാനം ഗിൽഗാലിലാണ്, അഥവാ കാൽവരിയിലാണ്. കർത്താവിലാണ് നിലനിൽക്കേണ്ടത്. കർത്താവിൽ നിലനിൽപ്പീൻ എന്നാണ് ഫിലിപ്പിയ ലേഖനത്തിൽ പറഞ്ഞത്. കർത്താവിൽ നിലനിൽപ്പീൻ പ്രിയമുള്ളവരെ. അപ്പോൾ ഈ കല്ലുകൾ കാണുമ്പോൾ പിൻതലമുറ ഇത് അറിയണം. മാത്രവുമല്ല 9-ാം വാക്യം 4:9 യോർദാന്റെ നടുവിലും നിയമപ്പെട്ടകം ചുമന്ന പുരോഹിതന്മാരുടെ കാൽ നിന്ന സ്ഥലത്ത് യോശുവ 12 കല്ല് നാട്ടി. അവ ഇന്നുവരെ അവിടെ ഉണ്ട്. നോക്കണം, 12 കല്ല് അവരുടെ കനാൻ നാട്ടിൽ അവർ നിന്നെടുത്തു 12 കല്ലെടുത്ത് യോർദാനിലും കൊണ്ട് നാട്ടി. യോർദാനിലെ വെള്ളം പൂർവസ്ഥിതിയിലേക്ക് ഒഴുകുന്നതിന് മുമ്പ് ആ ഉണങ്ങിയ സ്ഥലത്ത് 12 കല്ല് കൊണ്ട് നാട്ടി. ഇതെന്തിനാ വെളിപ്പെടുത്തുന്നത്? നാം നിൽക്കുന്നത് ക്രിസ്തുവിലാണെന്ന് എപ്പോഴും ഓർക്കണം. കർത്താവ് നമുക്ക് വേണ്ടി പിതാവിന്റെ വലഭാഗെ മധ്യസ്ഥത ചെയ്യുന്നുണ്ട്. കർത്താവ് നമുക്ക് വേണ്ടി നിൽക്കുന്നുണ്ട്. ഞാൻ ജീവിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ ജീവിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പിതാവിന്റെ വലഭാഗെ ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് ധൈര്യത്തോടെ എപ്പോഴും അടുത്തു വരാം. ഈ കേവലം സ്നാനം എന്നുള്ളത് മാത്രമല്ല, ഈ സ്നാനത്തിന്റെ അടിസ്ഥാനം ഒരിക്കലും മറക്കരുത്. അതിന്റെ ഉറവിടം ഒരിക്കലും മറക്കരുത്. അതിനുവേണ്ടിയാണ് 12 കല്ല് പുരോഹിതന്മാരുടെ കാൽ കീഴിൽ നിന്നെടുത്ത് കരയ്ക്ക് വെച്ചതും അവിടുന്ന് 12 കല്ല് പുരോഹിതന്മാർ നിന്നെടുത്ത് കൊണ്ടുപോയി യോർദാനിലും സ്ഥാപിച്ച്. എന്നിട്ട് പറയുന്നു അത് ഇന്ന് വരെ അവിടെ ഉണ്ട്. സ്തോത്രം. എന്ന് പറഞ്ഞാൽ കർത്താവ് സ്ഥാപിച്ച സഭ ഇന്ന് വരെയും ഭൂമിയിലുണ്ട്. കർത്താവാണ് സ്ഥാപിച്ചത്. ആ കർത്താവാണ് പോയിരിക്കുന്നത്. താൻ പോയിരിക്കുന്നത് തിരിച്ചു വരുമ്പോൾ തന്റെ സഭയെ ചേർക്കുവാനാണ്. അപ്പോൾ താൻ തിരിച്ചു വരുന്നവരെ സഭ ഭൂമിയിലുണ്ടാകും. ഇന്ന് അനേക എതിർപ്പുകളും കഷ്ടങ്ങളും പീഡകളും ദൈവത്തിന്റെ സഭയ്ക്കുണ്ടെന്നുള്ളത് ശരിയാണ്. എന്നാൽ ഒരു കാര്യം നാം ഓർക്കുക, ഞാനാണ് എന്റെ സഭയെ പണിയുന്നത്, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ലെന്ന് പറഞ്ഞ കർത്താവ് ഇന്നും പണി നടത്തുന്നുണ്ട്. ഇന്നും പണിയുവാൻ തടസ്സമില്ല. നാം പലപ്പോഴും ചിന്തിക്കും, ഇന്നൊന്നും നടക്കത്തില്ല, ഇന്ന് പണിയൊന്നും നടക്കത്തില്ല, ഇന്ന് വേലയൊന്നും നടക്കത്തില്ല, ഇന്ന് ഈ വീട്ടിലിരുന്നു കൊണ്ട് പ്രാർത്ഥിച്ചിട്ട് എന്താ കാര്യം? ഇങ്ങനൊക്കെ ചിന്തിക്കുക അല്ല ചെയ്യേണ്ടത്. ഈ വീട്ടിലെ പ്രാർത്ഥനയ്ക്കും ഈ വീട്ടിലെ ആരാധനയ്ക്കും വലിയ ശക്തിയുണ്ട്. ഈ സമയത്ത് നാം ചെയ്യേണ്ടത് ചെയ്താൽ ദൈവം ചെയ്യേണ്ടത് ചെയ്യും. അനേകരെ കർത്താവ് ആകർഷിക്കും, അനേകരെ രക്ഷയിലേക്ക് നടത്തും. ഇത് എന്തിനു വേണ്ടിയാണ്? നമ്മുടെ പിതാക്കന്മാർ നമുക്ക് വേണ്ടി ചെയ്തതും നടന്നതും ഒരിക്കലും മറക്കുവാൻ പാടില്ല. അപ്പോസ്തലന്മാർ തങ്ങളുടെ ജീവിതം കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളെ ഒന്ന് നോക്ക്, 1 കൊരിന്ത്യർ 11-ാം അധ്യായം 1-ാം വാക്യം. 1 കൊരിന്ത്യർ 11:1 വായിക്കാം. ഞാൻ ക്രിസ്തുവിന്റെ അനുകാരിയായിരിക്കുന്നത് പോലെ നിങ്ങളും എന്റെ അനുകാരികളാകുകയും. ഞാൻ ക്രിസ്തുവിന്റെ അനുകാരി ആയിരിക്കുന്നത് പോലെ നിങ്ങളും എന്റെ അനുകാരികളാകുകയും. നിങ്ങൾ എന്റെ അനുകാരികളാകുകയും നല്ല പറഞ്ഞത്. പിന്നെയോ ഞാൻ ക്രിസ്തുവിന്റെ ഫുട് സ്റ്റെപ്പ് പാസ് ചെയ്യുന്ന ആളാണ്. ഞാൻ അവൻ നടന്നപോലെ നടക്കുന്നവനാണ്. ഞാൻ ക്രിസ്തുവിനെ അനുകരിക്കുന്ന പോലെ നിങ്ങളും എന്നെ അനുകരിപ്പിക്കും. നോക്കണം, പിൻതലമുറയോട് ചൂണ്ടിക്കാണിക്കുവാൻ മാതൃകാപരമായ ജീവിതം. തനിക്ക് നല്ല പ്രാഗൽഭ്യമുണ്ട്, എന്നെ അനുകരിപ്പീനെന്ന് പിൻതലമുറയോട് പറയുവാൻ. ഇന്ന് അനേകർക്കും ആ പ്രാഗൽഭ്യമില്ല. അവരെ കണ്ടാൽ പിൻതലമുറ യഥാർത്ഥത്തിൽ സത്യം എന്തെന്നോ വിശുദ്ധ ജീവിതം എന്തെന്നോ അറിയുന്നില്ല. ലോകം എന്തെന്നാ അറിയുന്നത്. ലോകത്തിൽ ഇങ്ങനൊക്കെ നടക്കത്തുള്ളൂ എന്ന് മാത്രമേ അവർ അറിയുന്നുള്ളൂ. എന്നാൽ ആരംഭത്തിലെ അനുഭവം, ആ അപ്പോസ്തലന്മാരാൽ അടിസ്ഥാനപ്പെട്ട അനുഭവം,
അവർ നടന്നുപോയതായിട്ടുള്ള കാൽച്ചുവടുകൾ അത് മാതൃകയായിട്ട് എക്സാമ്പിളായിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. അത് ഫോളോ ചെയ്യുവാൻ വേണ്ടിയാണ് കർത്താവ് തന്റെ സഭയാക്കിയിരിക്കുന്നത്. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 17-ാം വാക്യത്തിൽ, ഫിലിപ്പിയർ 3:17, സഹോദരന്മാരെ, നിങ്ങൾ എല്ലാവരും എന്നെ അനുകരിപ്പിൻ. ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ച മാതൃകപ്രകാരം നടക്കുന്നവരെ കുറിക്കൊള്ളുവിൻ. സഹോദരന്മാരെ, നിങ്ങൾ എല്ലാവരും എന്നെ അനുകരിപ്പിൻ. ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ച മാതൃക പ്രകാരം നടക്കുന്നവരെയും കുറിക്കൊള്ളുവിൻ. സ്തോത്രം. ഇന്ന് അനേകർക്കും ഇത് പറയുവാൻ കഴിയുമോ? എന്നെ അനുകരിപ്പീൻ, എന്നെ അനുകരിപ്പീൻ, ഞങ്ങളെ ജീവിക്കുന്ന പോലെ ജീവിക്കുന്നവരെ അനുകരിപ്പീൻ എന്നെടുത്ത് പറയുവാൻ ഇന്ന് അനേകർക്കും കഴിയുമോ? തിരിഞ്ഞു നോക്കേണ്ട സന്ദർഭമാണ്. എന്റെ ജീവിതത്തിൽ എന്നെ അനുകരിപ്പാൻ മറ്റുള്ളവരോട് പറയുവാൻ എനിക്ക് കഴിയുമോ? ഇല്ലെങ്കിൽ ദൈവസന്നിധിയിൽ എല്ലാം നിർത്തിവെച്ചിട്ട് താണിരുന്ന് കരയാൻ കർത്താവ് നമുക്ക് ഈ ലോക്ക്ഡൌൺ തന്നിരിക്കുകയാണ്. സ്വയം പരിശോധന ചെയ്യുവാൻ, ഞാൻ എന്തുകൊണ്ട് മറ്റുള്ളവർക്ക് അനുഗ്രഹമാകുന്നില്ല? എന്തുകൊണ്ട് എന്നെ അനുകരിപ്പാൻ കഴിയുന്നില്ല? എന്തുകൊണ്ട് പിൻതലമുറ എന്തെങ്കിലും വെച്ചു പോകാനായിട്ട് എനിക്ക് കഴിയുന്നില്ല? ഒരു വാക്യം കൂടെ, എബ്രായ ലേഖനം 6-ാം അധ്യായം 12-ാം വാക്യത്തിൽ, 6:12, അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളായിത്തീരും. വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളായിത്തീരും. നിങ്ങൾ അവരെ ഫോളോ ചെയ്യുന്നവരായിത്തീരും. എന്തുകൊണ്ട്? നിങ്ങൾ വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്ന, നിങ്ങൾക്ക് അനുകരിപ്പാൻ കൊള്ളാകുന്നവർ നിങ്ങളുടെ മുമ്പിലുണ്ട്. സ്തോത്രം. അതുകൊണ്ടാണ് 13-ാം അധ്യായം 7-ാം വാക്യത്തിലും, എബ്രായർ 13:7, നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവീൻ. അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പീൻ. അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പീൻ. അനുകരിപ്പാൻ കൊള്ളാകുന്നവരുണ്ട്. അനുകരിപ്പാൻ കൊള്ളാകുന്നവർ കൂടുതലുള്ളൊരു കാലമാണ് ഇന്ന് ആത്മീയ ഗോളത്തിൽ. എന്നാൽ അനുകരിപ്പാൻ കൊള്ളാകുന്നവരുണ്ട്. അവരെ മാതൃകയാക്കുവീൻ. നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരുണ്ട്. അവർ യേശുവിന്റെ കൂടെ നടന്നവരാ. അവർ യേശുവിനിൽ നിന്ന് നേരിട്ട് കേട്ടത് എഴുതി വെച്ചതാണ് ബൈബിള്. അവരത് അനുസരിച്ച് നടന്നവരാണ്. അതിനുവേണ്ടി ജീവിതം അവസാനിപ്പിച്ച് രക്തസാക്ഷികളായി തീർന്നവരാണ്. അവരാണ് പറയുന്നത്, ഞങ്ങളെ അനുകരിപ്പീൻ, ഞങ്ങളെ അനുകരിപ്പീൻ. സ്തോത്രം. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ എന്തുവാ? ക്രിസ്തുവിനെ അനുഗമിക്കുന്നവനാണ് ക്രിസ്ത്യാനി. വൺ ഹു ഫോളോ ക്രൈസ്റ്റ്. യേശുവിന്റെ കാൽച്ചുവട് പിന്തുടരുന്നവരാണ് ക്രിസ്ത്യാനി. സ്തോത്രം. ദൈവപ്രമാണം ഉള്ളിലുള്ളവരാ ക്രിസ്ത്യാനി. ദൈവത്തെ സ്നേഹിക്കുന്നവരാണ് ക്രിസ്ത്യാനി. ദൈവം പറഞ്ഞത് അതുപോലെ അനുസരിക്കണമെന്ന് നിർബന്ധമുള്ളവരാരോ അതാണ് ക്രിസ്ത്യാനി. ക്രിസ്ത്യൻ എന്ന് പറഞ്ഞാൽ അതാണ്. ഇന്ന് ലോകത്തിൽ ക്രിസ്തു മതമുണ്ട്, അതല്ല ക്രിസ്ത്യൻ. ദൈവം അവരുടെ വീട്ടിലിരിക്കുന്ന വേദപുസ്തകം അനുസരിക്കുന്നവരാണ് ക്രിസ്ത്യാനി. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം ഈ ഭാഗ്യം നമുക്ക് തന്നെങ്കിൽ നാം മറ്റുള്ളവർക്ക് അനുകരിപ്പാൻ കൊള്ളാകുന്നത് വെച്ചേച്ച് ഇവിടുന്ന് പോകണം. മറ്റുള്ളവർക്ക് അനുകരിപ്പാൻ കൊള്ളാകുന്നത് വേണം ഇവിടെ വെക്കാൻ. അതെ, ഒരു സഹോദരി മരിച്ചപ്പോൾ, ലുസ്ത്രായില് ഒരു സഹോദരി മരിച്ചപ്പോൾ അനേക സഹോദരിമാർ കൂടി നിന്ന് അവർ പറയുക, അയ്യോ, ഈ സഹോദരി ഈ ഞങ്ങൾക്ക് തയ്ച്ചു തന്ന കുപ്പായങ്ങളൊക്കെ ആയത്, ഈ സഹോദരി
നല്ല സഹോദരിയായിരുന്നു, ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന് പറഞ്ഞതുപോലെ നമുക്ക് മറ്റുള്ളവർക്ക് വെച്ചേച്ചു പോകാൻ ചിലത് വേണം. മറ്റുള്ളവർക്ക് പിൻതലമുറയ്ക്ക് മാതൃകയാകാൻ ചിലത് വേണം. ഉറച്ചു നിൽക്കുന്നവർക്ക് മാത്രമേ വീര്യം പ്രവർത്തിപ്പാൻ കഴിയുള്ളൂ. ഉറച്ചു നിൽക്കുന്നവർക്ക് മാത്രമേ അനുയായികൾ ഉണ്ടാകത്തുള്ളൂ. ഉറച്ചു നിൽക്കുന്നവർക്ക് മാത്രമേ തലമുറകളെ യേശുവിന് വേണ്ടി ഒരുക്കിയെടുക്കുവാൻ കഴിയുകയുള്ളൂ. കർത്താവിന്റെ സാന്നിധ്യം, കർത്താവിന്റെ വചനത്തിൽ കൂടെ നമ്മുടെ ഹൃദയങ്ങളിൽ വേരൂന്നട്ടെ. നാം ജീവിക്കുന്ന ഏറ്റവും അന്ത്യസമയമാണെന്ന് പറയുകയല്ല, അത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉയരട്ടെ. കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നുവെന്ന് പറഞ്ഞു വിടുകയല്ല. ഇന്ന് വന്നാൽ എന്ത് ചെയ്യുമെന്ന് ശ്രദ്ധിച്ചു നോക്കണം. ദൈവകരങ്ങളിൽ നമുക്ക് നമ്മെ തന്നെ താഴ്ത്താം. നമ്മെ സഹായിപ്പാൻ, നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ഞാനും എന്റെ കുടുംബമോ ഞങ്ങളെ ഹോവയെ സേവിക്കും. ഹോവേ, തലമുറയായി നീ ഞങ്ങളുടെ സങ്കേതം. അവകാശത്തോടെ പറയുവാൻ, അഭിമാനത്തോടെ പറയുവാൻ, അനേകരെ നീതിയിലേക്ക് തിരിച്ചുവിടുവാൻ ദൈവകരങ്ങളിൽ നമ്മെ തന്നെ നമുക്ക് താഴ്ത്തിയേൽപ്പിക്കാം. നാം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമുക്ക് ധൈര്യമുള്ളത് കർത്താവ് നമ്മോട് കൂടെയുണ്ടെന്നുള്ളതാണ്. കർത്താവിൽ നിലനിൽക്കുമെങ്കിൽ നമ്മുടെ സകല കാര്യങ്ങളും കർത്താവ് നടത്തും. നമ്മുടെ കുടുംബകാര്യങ്ങൾ, കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ, നമ്മുടെ ശാരീരിക അവസ്ഥകൾ എല്ലാറ്റിനും കർത്താവ് ഉത്തരവാദിയാണ്. കർത്താവിൽ നിലനിൽക്കുന്നവരെ കർത്താവ് നിലനിർത്തും. ലജ്ജിപ്പാൻ സംഗതിയില്ലാത്തവരാക്കി തീർക്കും. കർത്താവിന്റെ ബലമുള്ള കൈക്കീഴിൽ നമുക്ക് നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ.